ഇപ്പോൾ കോഴിക്കോട് നിന്നുള്ള വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി മേഘ ചേരുന്നുണ്ട്. മേഘ, ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ട രണ്ടാം ഘട്ട പ്രചരണത്തിലേക്ക് അവസാനിക്കുന്ന ഒരു സമയത്ത് നിരവധി വലിയ വിഷയങ്ങൾ ദേശീയ തലത്തിൽ തന്നെയുള്ള വലിയ രാഷ്ട്രീയ പ്രശ്നങ്ങളാണ് ഉയർന്നു വന്നിരിക്കുന്നത്. പൗരത്വ നിയമ ഭേദഗതി അടക്കമുള്ള പ്രശ്നങ്ങൾ, ആ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരിക്കും ഒരുപക്ഷെ നിരവധി സ്ഥാനാർത്ഥി, LDF സ്ഥാനാർത്ഥി അടക്കം അവിടെ വോട്ട് തേടുകയും ചെയ്യുന്നത്. വടക്കൻ കേരളത്തിൽ വലിയ വിഷയമായി തന്നെ പൗരത്വ നിയമ ഭേദഗതി വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലടക്കം ഇത് പ്രതിഫലിക്കുന്നുണ്ടോ? എങ്ങനെയാണ് ഇന്നത്തെ സ്ഥാനാർത്ഥികളുടെ പ്രചാരണ പരിപാടികൾ മുന്നേറുന്നത്? സിജു, കോഴിക്കോട് ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി എളമരം കരീം ഇന്ന് കൊടുവള്ളി കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പ്രചാരണം ആരംഭിച്ചത്. രാവിലെ 8 മണി മുതൽ തന്നെ പ്രചാരണം ആരംഭിച്ചിരുന്നു. സിജു സൂചിപ്പിച്ചതുപോലെ തന്നെ പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് വളരെ ആശങ്കയിൽ ഒരു സമൂഹം നിൽക്കുന്ന സാഹചര്യം. പലയിടങ്ങളിലും സ്ഥാനാർത്ഥി പ്രചാരണത്തിന് പോകുമ്പോൾ ആളുകളുടെ ആശങ്ക കേൾക്കുന്നു. കേരളത്തിൽ അത് നടപ്പാവില്ല എന്ന മുഖ്യമന്ത്രിയുടെ വാക്കുൾപ്പെടെ ആളുകളെ കൃത്യമായി ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് ഓരോ LDF സ്ഥാനാർത്ഥികളും പ്രചാരണം നടത്തുന്നത്. ഇന്നലെ രാത്രി കോഴിക്കോട് നഗരത്തിൽ എളമരം കരീം നയിച്ചുകൊണ്ട് CAA-ക്കെതിരെ CAA അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം മുൻപോട്ട് വെച്ചുകൊണ്ട് ഒരു നൈറ്റ് റാലി സംഘടിപ്പിച്ചിരുന്നു. നിരവധി പേരാണ് ഈ നൈറ്റ് റാലിയിൽ പങ്കെടുത്തത്. അങ്ങനെ ഈ CAA-ക്കെതിരെ പലയിടങ്ങളിൽ LDF-ന്റെ നേതൃത്വത്തിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധം നടക്കുന്നു. അത് ജനങ്ങളെ കൃത്യമായി ബോധ്യപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഈ സ്ഥാനാർത്ഥികളുടെ പ്രചാരണവും പുരോഗമിക്കുന്നത്. ഈ വടകര ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി KK ശൈലജ ടീച്ചർ ഇന്ന് വടകര നഗരം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പ്രചാരണം നടത്തുന്നത്. രാവിലെ മുതൽ തന്നെ വടകര നഗരത്തിൽ നിന്ന് ടീച്ചർ പ്രചാരണം ആരംഭിച്ചു. അതിന് പിന്നാലെ തന്നെ വ്യക്തികളെ നേരിട്ട് കണ്ടുകൊണ്ട് പല വീടുകളിലും സന്ദർശിക്കുകയാണ് ടീച്ചർ ഇപ്പോൾ ചെയ്യുന്നത്. വടകരയെ സംബന്ധിച്ച് ഈ നേരത്തെ തന്നെ മാഹി ബൈപ്പാസ് തുറന്നിരുന്നു. കോഴിക്കോട് കണ്ണൂർ ദേശീയപാതയിലെ ഗതാഗത തടസ്സം, വളരെ വലിയ രീതിയിൽ ഗതാഗത തടസ്സമുണ്ടായിരുന്ന ഇടത്ത് ഏറ്റവും പ്രധാനമായൊരു വികസന സ്വപ്നം കൂടിയാണ്, അത് തുറന്നു കൊടുക്കുന്നു. അതിനു പിന്നാലെ ഈ ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി മൂരാട് പാലം തുറന്നു കൊടുക്കുന്നു. അങ്ങനെ കോഴിക്കോട് കണ്ണൂർ റൂട്ടിലെ ഗതാഗതം വളരെ സുഗമമാക്കുന്ന രീതിയിലുള്ള ഒരു വികസന പ്രവർത്തനം LDF സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അതുൾപ്പെടെ ജനങ്ങൾക്ക് വളരെ ആശ്വാസമാകുന്നുണ്ട്. ഏതൊക്കെ വികസന പ്രവർത്തനങ്ങൾ നിലവിൽ LDF സർക്കാർ നടപ്പിലാക്കുന്നോ അതൊക്കെ മുൻപോട്ട് വെച്ചുകൊണ്ടാണ് ടീച്ചറുടെയും പ്രചാരണം പുരോഗമിക്കുന്നത്. ഏതായാലും വളരെ വലിയ സ്വീകാര്യതയാണ് ഓരോ കേന്ദ്രങ്ങളിലും സ്ഥാനാർത്ഥികൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും LDF സ്ഥാനാർത്ഥി മുന്നോട്ട് വെക്കുന്ന കേരളത്തിലെ വികസനവുമായി ബന്ധപ്പെട്ട കേരള സർക്കാർ മുന്നോട്ട് വെക്കുന്ന കൊണ്ടുവന്ന വികസനങ്ങളെക്കുറിച്ച്, ഒപ്പം തന്നെ ദേശീയ തലത്തിൽ ഇടതുപക്ഷം എടുത്ത കാഴ്ചപ്പാടുകളെക്കുറിച്ചും ഒക്കെ തന്നെയായിരിക്കും ആ കൃത്യമായ രാഷ്ട്രീയ വിഷയങ്ങൾ LDF സ്ഥാനാർത്ഥികൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. അവിടെ ഈ UDF-ൻ്റെയും ഒപ്പം തന്നെ NDA-യുടെയും സ്ഥാനാർത്ഥികൾ എന്ത് തരത്തിലാണ്, എന്ത് പറഞ്ഞുകൊണ്ടാണ് വോട്ടർമാരെ സമീപിക്കുന്നത്? പ്രത്യേകിച്ചും UDF ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ UDF MP-മാർ പാർലമെൻറ്റിലെടുത്ത നിലപാടുകളെക്കുറിച്ച്, പാർലമെൻറ്റിൽ പോകാതിരുന്നതിനെക്കുറിച്ച്, ഫണ്ട് ചെലവഴിക്കാതിനെക്കുറിച്ച്, ഇത്തരം ചോദ്യങ്ങളൊക്കെ സ്വാഭാവികമായും വോട്ടർമാർ ചോദിക്കുന്നുണ്ടാകും. അവർ എങ്ങനെയാണ് ഇതിനെ പ്രതിരോധിക്കുന്നത്? സിജു, കഴിഞ്ഞ കാലങ്ങളിൽ നമുക്കറിയാം കേരളത്തിന്റെ വിഷയം ലോക്സഭയിൽ അവതരിപ്പിക്കുമ്പോൾ, പല പ്രധാനപ്പെട്ട ബില്ലുകളും അവതരിപ്പിക്കുമ്പോൾ പല UDF-ന്റെ MP-മാരും സഭയിൽ ഉണ്ടായിരുന്നില്ല. അതുൾപ്പെടെ വലിയ വിവാദമായിരുന്നു. പല ചോദ്യങ്ങൾക്കും പല വോട്ടെടുപ്പ് സമയങ്ങളിൽ പോലും കേരളത്തിന് വേണ്ടി നിലകൊണ്ടത് ഒരേ ഒരു MP മാത്രമാണ്, AM ആരിഫാണ്. അതുൾപ്പെടെ പലപ്പോഴായി ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ചർച്ചയാകുന്ന കാര്യമാണ്. പലപ്പോഴും കഴിഞ്ഞ തവണയാണെങ്കിലും കുഞ്ഞാലിക്കുട്ടി എവിടെ എന്നൊക്കെ ചോദ്യം തന്നെയും പല സമയങ്ങളിൽ ഈ സോഷ്യൽ മീഡിയയിൽ ഉയർന്നു കേട്ടിരുന്നു. അതേ സാഹചര്യം തന്നെയാണ് കേരളത്തിന്റെ പ്രശ്നങ്ങൾ ലോക്സഭയിൽ ഉന്നയിക്കാൻ MP-മാർ ഉണ്ടായിരുന്നില്ല എന്നത്. അത് കൃത്യമായി തന്നെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടൊരു സാഹചര്യം. അതുകൊണ്ട് ഒരു മാറ്റം ഇത്തവണ വേണം എന്ന് ജനങ്ങൾ തീർച്ചയായും ആഗ്രഹിക്കുന്നുണ്ട്. കൃത്യമായി കേന്ദ്രത്തിൽ കേരളത്തിന്റെ വിഷയങ്ങൾ അവതരിപ്പിക്കാൻ, കേരളത്തിന്റെ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പ്രാപ്തനായ ഒരു പ്രതിനിധി എന്നതാണ് കേരളം ആഗ്രഹിക്കുന്നത് എന്നതാണ് പ്രചാരണങ്ങളിലൊക്കെ തന്നെ മനസ്സിലാക്കുന്നത് എന്നതാണ് സ്ഥാനാർത്ഥികൾ പറയുന്നത്. 20-ൽ 20 സീറ്റും സ്വന്തമാക്കും എന്ന ആത്മവിശ്വാസമാണ് പല സ്ഥാനാർത്ഥികളും LDF സ്ഥാനാർത്ഥികളും മുൻപോട്ട് വെക്കുന്നത്. ഈ പ്രചരണത്തിന് പോകുമ്പോൾ പലപ്പോഴും ആളുകളുടെ ചോദ്യത്തിന് മുൻപിൽ UDF-ന്റെ സിറ്റിംഗ് MP-മാരാണെങ്കിൽ പോലും അവരെ കുഴയ്ക്കുന്നത് ഈ കേരളത്തിന്റെ വിഷയങ്ങൾ പറയുമ്പോൾ താങ്കൾ എവിടെയായിരുന്നു എന്ന ചോദ്യമാണ്. അത് പലപ്പോഴും കഴിഞ്ഞ ദിവസം കണ്ണൂരാണ്. ഈ കേരളത്തിന്റെ കടമെടുപ്പ് പരിധിയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം എടുത്ത നിലപാടുണ്ട്. സുപ്രീം കോടതി കേരളത്തിന് പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്ന് ഉത്തരവിടുന്ന ഒരു സാഹചര്യം. അങ്ങനെ കേരളത്തെ എല്ലാ തരത്തിലും സാമ്പത്തികമായി കേന്ദ്രം ബുദ്ധിമുട്ടിക്കുന്നു എന്ന നിലപാടെടുക്കുമ്പോൾ കേരളത്തിലെ പ്രതിപക്ഷം കേരളത്തോടൊപ്പമല്ല, LDF സർക്കാരിനൊപ്പമല്ല, നിങ്ങളോട് സമരം ചെയ്യാൻ, കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യാൻ ഞങ്ങളില്ല എന്ന് പറഞ്ഞൊരു പ്രതിപക്ഷമുണ്ട്. ഇക്കാര്യങ്ങളൊക്കെ തന്നെ വലിയ തരത്തിൽ മണ്ഡലത്തിൽ ചർച്ചയാകുന്നുണ്ടോ, പ്രത്യേകിച്ചും വടകരയിലും കോഴിക്കോടും അടക്കമുള്ള മണ്ഡലങ്ങളിൽ?
സിജു, നമുക്കറിയാം പല പ്രശ്നങ്ങളിലും ഈ MP-മാർ ഒന്നിച്ച് അല്ലെങ്കിൽ കേന്ദ്രത്തിൽ എത്തണം, അല്ലെങ്കിൽ ഒരു യോഗം ചേരണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ പോലും കേരളത്തിലെ കോൺഗ്രസ് ആണെങ്കിലും UDF ആണെങ്കിൽ പോലും അത് പൂർണ്ണമായി ബഹിഷ്കരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ പരസ്യമായ വിമർശനം ഉന്നയിച്ച സാഹചര്യമുണ്ട്. അതൊക്കെ തന്നെയും ജനങ്ങൾക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. കേരളത്തിന് ഒരു ആവശ്യം വന്നപ്പോൾ കേരളത്തിന്റെ MP-മാർ എവിടെയായിരുന്നു എന്ന ചോദ്യമാണ് പലപ്പോഴും പ്രചാരണ ഘട്ടങ്ങളിൽ തങ്ങൾക്ക് ലഭിക്കുന്നത് എന്നതാണ് സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ തങ്ങളോട് വ്യക്തമാക്കിയത്. ഏതായാലും ഇത്തവണ പൂർണ്ണമായും അതിനൊരു മാറ്റം ഉണ്ടാകും എന്ന പ്രതീക്ഷ തന്നെയാണ് പ്രചാരണ ഘട്ടത്തിൽ നിന്ന് സ്ഥാനാർത്ഥികൾ വ്യക്തമാക്കുന്നത്. സിജു, ശരി, മേഘയാണ് കോഴിക്കോട് നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.